Hi friends, Rowther Vlogs in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കിഡിലൻ അൺബോക്സിംഗ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കിഡിലൻ പ്രോഡക്റ്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ JBL Charge 3. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതായിരുന്നു JBL Flip 3 ആയിരുന്നു. ഇതിന് കുറച്ച് കംപ്ലയിൻസും ഇതിൻ്റെ പിന്ന് കംപ്ലയിൻ്റ് ആയിട്ട് ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഫുള്ള് സീനായി. അങ്ങനെ ഇത് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഐറ്റം എടുത്തിരിക്കുകയാണ്. എടുക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് Charge 3. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് JBL Charge 3 പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് കുറച്ച് ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളായ പ്രോഡക്റ്റാണ്. ബെസ്റ്റ് ഡിസൈൻ അവർ 2016 ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെക്സ് ഒന്ന് നോക്കാം. സ്പെക്സ് 20 hours പ്ലേ ടൈം കൊടുക്കുന്നുണ്ട് അവർ. പിന്നെ ഇത് ചാർജ് 3 പ്രത്യേകത തന്നെ 6000 mAh പവർ ബാങ്ക് ഉൾപ്പെടെയാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നത്. പിന്നെ സ്പീക്കർ ഫോൺ മൈക്രോഫോൺ എല്ലാം ഉണ്ട്. പിന്നെ IPX7 വാട്ടർപ്രൂഫാണ്. വാട്ടർപ്രൂഫ് എന്ന് പറയുമ്പോൾ ഇത് നല്ല വാട്ടർപ്രൂഫാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ മുക്കിയിടാന്നൊക്കെയാണ് പറയുന്നത്. യൂട്യൂബിനകത്ത് തന്നെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഒരു പ്രശ്നമില്ലാതെ നമുക്കിത് ബുക്കിടാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സൊക്കെ ഒരു കിടിലൻ ബോക്സാണ്. മാഗ്നറ്റിക് ഫ്ലിപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇൻസൈഡ് ഗ്രാഫിക്സ് എല്ലാം സെറ്റപ്പാണ്. പിന്നെ നമുക്ക് ആദ്യം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ചാർജിങ് യൂണിറ്റൊക്കെ തന്നെ വരുന്നുണ്ട്. യൂണിവേഴ്സലും അല്ലാതെ നമുക്ക് ഇത് ഗൾഫിലൊക്കെ കൂടുതൽ ഈ ടൈപ്പ് പിന്നാണ് വരുന്നത്. ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയാണിത്. എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതേ കണ്ടില്ലേ, എല്ലാം ആ ഒരു JBLൻ്റെ സിഗ്നേച്ചർ കളറായ ഓറഞ്ച്. ഞാൻ മറ്റേ ഇത് ഫ്ലിപ്പ് 3 മേടിച്ചപ്പോഴും അതിൻ്റെയും കേബിളെല്ലാം ഈ കളേഴ്സ് തന്നെ ആയിരുന്നു. ആ ഒരു USB കേബിളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണെല്ലാം. നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ്. ഇത് കണ്ടില്ലേ, ചാർജർ തന്നെ ആണെങ്കിലും ഇതേ നല്ല പക്ക ഫിനിഷിംഗ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. പിന്നെ ആസ് യൂഷ്വൽ മാനുവൽ. ഇത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വലിയൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഫ്ലിപ്പ് 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇത് കണ്ടില്ലേ, രണ്ടും ഒരു 2 ഇരട്ടി സൈസുണ്ട്. അതിൻ്റെ പവർ ബാങ്ക് ഉൾപ്പെടെയാണ് വരുന്നത്. പവർ ബാങ്ക് 6000 mAh പവർ ബാങ്ക് കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മൊബൈൽസ് ചാർജ് ചെയ്യാനാണെങ്കിലും എല്ലാം പറ്റും. ഇതിന് പിന്നെ ഒരു ഈ സംഭവമൊന്നും ഇതിനില്ല. ഇത് നമുക്ക് പ്ലേസ് ചെയ്യാനാണ് പറ്റുന്നത്. ഇതൊരു പ്ലേസ്മെൻറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുകൊണ്ട് പ്ലേസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിത് ഇങ്ങനെയാണ് നമ്മുടെ USB പോർട്ട് എടുത്ത് കേബിൾ ചെയ്യാനുള്ളതും പിന്നെ ചാർജിങ് ഓക്സ് കേബിൾ, ഈ 3 പോർട്ടേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആയിട്ട് ഒരുമിച്ച് പെയർ ചെയ്യാൻ പറ്റും. JBLൻ്റെ ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. JBL കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് JBLൻ്റെ ഏത് സ്പീക്കേഴ്സ് ആണെങ്കിലും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ് എ ടൈം ഈ സെയിം ട്രാക്ക് തന്നെ രണ്ടും പ്ലേ ആവും. അപ്പോൾ നല്ലൊരു ഔട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം ബൂം ബോക്സ് ആണെങ്കിലും ഇതും കൂടെ ഒക്കെ പ്ലേ ചെയ്താൽ ഭയങ്കര ഔട്ടായിരിക്കും. നമുക്ക് ഗ്രേ ആണ് കിട്ടിയത്. നമ്മൾ പിന്നെ വേറെ കളേഴ്സൊക്കെ ആണ് നോക്കിയത്, പക്ഷേ ഗ്രേക്കാണ് വില കുറവ്. അപ്പോൾ നമ്മൾ കളറിൽ അത്ര ഇതായിട്ട് കളർ വേണമെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, വില കുറവുള്ളത് അത് നോക്കി തന്നെ എടുത്ത് പർച്ചേസ് ചെയ്തത്. നമുക്ക് അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഒറ്റ സിംഗിൾ പ്രസ് ചെയ്താൽ മതി, ഓണാവുമല്ലേ. നമുക്ക് ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ടല്ലോ ഇതിനകത്ത് പ്രസ് ചെയ്താൽ നമ്മുടെ ഇത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ആവാനുള്ള ഇതേ കണ്ടില്ലേ, പെട്ടെന്ന് ഡിറ്റക്റ്റ് ആവും. നമ്മുടെ ഫോണുമായിട്ട് പെട്ടെന്ന് ഡിറ്റക്റ്റ് ആവും. ഈ ബ്ലൂടൂത്ത് എന്നുള്ള സിമ്പിളിനകത്ത് നമ്മൾ പ്രസ് ചെയ്താൽ മതി. പെയറിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പേഡായി നമ്മുടെ ഫോണുമായിട്ടപ്പം സംഭവം പേഡായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് ഔട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ചാർജ് കുറവാണ് കണ്ടില്ലേ, രണ്ട് ബട്ടണേ ഉള്ളൂ ചാർജ്. ഇപ്പോൾ ഒരു ട്രാക്ക് പ്ലേ ചെയ്ത് നോക്കാം.
നല്ല ഔട്ടാണ് വരുന്നത്. നമ്മുടെ ബാസൊക്കെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബാസുമാണ്. സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഔട്ട്, നല്ല ബെസ്റ്റ് ഔട്ട് ക്വാളിറ്റിയാണ്. JBLൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഹർമനാണ് JBLൻ്റെ സ്പീക്കേഴ്സ് എല്ലാം പവർ ചെയ്തത് കണ്ടില്ലേ, JBL ഹർമൻ. അപ്പം സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ്. നമ്മുടെ ബാസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് ബാസ്, ഒരു പതർച്ചയും ഇല്ല. ബെസ്റ്റ് സംഭവമാണ്. നമ്മുടെ ഗോറ്റു തന്നെ ആണെങ്കിലും ഹയർ വോളിയത്തിൽ വെക്കുമ്പോൾ, നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്യുന്ന ഗോറ്റു ആണെങ്കിലും ഹയർ വോളിയത്തിൽ വെക്കുമ്പം പതർച്ചയുണ്ട്. ഇതിന് അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ മെയിൻലി ഇതിൻ്റെ വേറെ കാര്യം പറയാനുള്ളത് വാട്ടർ പ്രൂഫ്. വെള്ളത്തിൽ മുക്കിയിട്ടാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂട്യൂബിനകത്ത് തന്നെ വേറെ വീഡിയോസ് കിടപ്പുണ്ട്. പോർട്ടബിൾ ഡിവൈസ് ആണെങ്കിലും പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഒരു 800 ഗ്രാംസോളം വെയിറ്റ് ഉണ്ട്. ഫ്ലിപ്പ് 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് നല്ല കൂടുതലാണ്. പക്ഷേ നമ്മുടെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പോകും. നമ്മളൊരു പാർട്ടിക്കാണെങ്കിലും ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും ടൂർസോ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിലും ഒരു കംപ്ലീറ്റ് നമുക്ക് നല്ല അടിപൊളി കിടിലൻ പ്രോഡക്റ്റാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സ്. നമുക്കിതിൻ്റെ യൂസർ റിവ്യൂ നമുക്കിത് നല്ലപോലെ ഞാൻ ഒന്ന് ഹെവി ആയിട്ട് യൂസ് ചെയ്തിട്ട് വേറൊരു റിവ്യൂ ഇടുന്നതാണ്. ഇപ്പം ഞാനിത് ചാർജ് 3 എടുക്കാൻ കാരണം ഇത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട്. ഇത് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും പിന്നെ നമുക്ക് ആ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്വാളിറ്റി ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. എന്താ പറഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം ഗ്ലൂ വെച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, പക്ക ഇൻസുലേഷനാണ്. എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് പക്ക ഇൻസുലേറ്റ് ചെയ്ത് വെക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ സാധനം നമുക്ക് പിന്നെ ആ ഒരു ക്വാളിറ്റി കിട്ടുകയില്ല. ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരും, ആ സൗണ്ട് ക്വാളിറ്റി കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ചാർജ് 3 മാറാൻ കാരണം. ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരുന്നു. ഒരു 2 കൊല്ലത്തിന് മുമ്പ് പർച്ചേസ് ചെയ്തപ്പം. ചാർജ് 3 പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. 10,000-ന് മുകളിലാണ് അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്. I feel electricity, your lighting is guiding me.